ഹായ് ഫ്രണ്ട്സ്, വാനീസ് കറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു വെറൈറ്റി ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഗ്രീൻ ആപ്പിൾ ആണ്. ഈ ഗ്രീൻ ആപ്പിൾ വെച്ച് നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുളിശ്ശേരിക്ക് വേണ്ടി നമ്മൾ ഈ സൈസിലാണ് ആപ്പിൾ കട്ട് ചെയ്തേക്കുന്നത്. അത് നമ്മൾ ഉണ്ടാക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള എരിവനുസരിച്ച് പച്ചമുളക്. ഞാനിപ്പോ ഒരു പച്ചമുളകാണ് എടുക്കുന്നത്. പിന്നെ 2 തണ്ട് വേപ്പിലിടുക. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഗ്രീൻ ആപ്പിളിന് നികന്ന് നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിക്കുക. ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഗ്രീൻ ആപ്പിൾ ഇപ്പൊ നന്നായിട്ട് വന്നിട്ടുണ്ട്. വെന്ത് ഉടയാത്ത രീതിയിൽ ഗ്രീൻ ആപ്പിൾ എടുക്കാൻ നോക്കാം. വെന്ത് ഉടഞ്ഞു പോകരുത്. പിന്നെ അതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കാനുണ്ട്. ഞാനത് ഓൾറെഡി അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് 1/2 സ്പൂൺ ചെറിയ ജീരകം, 2 ചുമന്നുള്ളി, പിന്നെ 1 വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചു വെച്ചേക്കുന്നതാണ്. ഈ മിക്സ് നമുക്ക് ആപ്പിള് അത്യാവശ്യം വെന്ത് കഴിയുമ്പോഴേക്കും ഈ മിക്സ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ആപ്പിൾ പെട്ടെന്ന് വേവും. അതുകൊണ്ട് തന്നെ നമ്മള് അത് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങ് മാറിപ്പോകരുത്. നമ്മൾ തേങ്ങയുടെ മിക്സ് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ആവി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ തീ സിമ്മിലിട്ടിട്ട് ഈ തേങ്ങയുടെ ഇതില് ആവി വരുന്നത് വരെ നമ്മളിങ്ങനെ കയ്യിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങോട്ട് തിളച്ചു പോകരുത്. ഇപ്പൊ നമ്മുടെ അരപ്പ് ചെറുതായിട്ടൊന്ന് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് അരപ്പില്. അപ്പൊ ഈ സമയത്ത് നമ്മൾക്ക് ഇതിപ്പോ നമ്മുടെ ഗ്രീൻ ആപ്പിളിന്റെ പുളി അനുസരിച്ചാണ് നമ്മൾ തൈര് എടുക്കുന്നത്. അപ്പോൾ ഈ ആപ്പിളിന് വലിയ പുളി ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരു 1/2 കപ്പ് തൈരാണ് എടുക്കുന്നത്. അത് നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, തിളയ്ക്കരുത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ തൈര് ഒഴിച്ചിട്ടൊരു ഞാൻ തീ സിമ്മിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഈ നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒരു 2-3 മിനിറ്റ് തൈര് ഒഴിച്ചതിന് ശേഷം 2-3 മിനിറ്റ് ഞാനിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ബബിൾസ് ചെറുതായിട്ട് വന്നു തുടങ്ങി. നമുക്കിനി ഇതിന്ന് മാറ്റി ഇതിലേക്കൊരു താളിപ്പ് ചേർക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീരാനാകുമ്പോഴേക്കും ഒരു 5-6 ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് നമുക്ക് 5-6 ചെറിയ ഉള്ളി അരിഞ്ഞിട്ടാണ് അത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പച്ചമുളക് ഞാൻ ഒരെണ്ണം ചേർത്താണ്. പിന്നെ 1 തണ്ട് കറിവേപ്പില. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു കളറിന് വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി ചേർത്താണ്. പിന്നെ ഒരു പിഞ്ച് ഉലുവപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചേക്കാണ്. അത് നമ്മൾ ചേർത്താണ്. ഇനി പൊടി നന്നായിട്ട് ഇതിൽക്കൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ കറിയിലേക്ക് ഈ ആപ്പിൾ കറിയിലെ മിക്സിലേക്ക് ഒഴിക്കുക. ഈ സമയത്ത് നമുക്ക് കറിയുടെ ഉപ്പ്, പുളി എല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പുളി കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് തൈര് ചേർക്കാം.
ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്കൊരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഇത് 1 സ്പൂൺ ശർക്കര പാനിയാണ്. ശർക്കരയോ അല്ലെങ്കിൽ ശർക്കര പാനിയോ ചേർക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്തൊക്കെ ഇതിൽ കുറവുണ്ട്. ഇതനുസരിച്ച് നമ്മളെല്ലാം ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഗ്രീൻ ആപ്പിൾ പുളിശ്ശേരി, അതായത് ഗ്രീൻ ആപ്പിൾ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി ഒരു ഡിഷായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് സെർവ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു ദിവസം. പിന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.